ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്കിന്ന് റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. എന്ത് സന്തോഷമാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളെയും ബാലൻസ് ചെയ്തു പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷെ ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, മാനസികമായി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിനൊരു സംതൃപ്തി തരുന്ന വിധം, സന്തോഷം തരുന്ന വിധം ഏത് കാര്യമായാലും നിങ്ങൾക്കതിനെ സമതുല്യമായ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ദൈവികമായ അനുഗ്രഹം വരുന്നുണ്ട്. ഇതുവരെയും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ലായിരിക്കണം. പക്ഷെ ഈ ഒരു സമയത്ത് അതിന് കഴിയുന്നു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ലവേഴ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നമ്പർ 6 ആണ്. കാരണം ഇവിടെ നിങ്ങൾ ഇതുവരെയും നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്ന ചില വ്യക്തികൾ ഇപ്പോഴായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള ചില വ്യക്തികളുണ്ടല്ലോ, അതേപോലെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ള ചില വ്യക്തികൾ അതുപോലെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാം, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം, നിങ്ങൾ പണ്ടെങ്ങോ കണ്ടിട്ടുള്ള ചില വ്യക്തികളാവാം. അതുമല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള, കുറച്ച് നാൾ കൊണ്ട് ഒരുപാട് സ്നേഹത്തിലിരുന്ന ചില വ്യക്തികൾ കുറച്ച് നാൾ കൊണ്ട് നിങ്ങളിൽ നിന്നും അകന്നിരുന്നുവെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്കിവിടെ പിന്നീട് വന്നിരിക്കുന്നത് സൺ കാർഡാണ്. സണ്ണിന്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷത്തിലേക്ക് പോകാനാണ്, സന്തോഷത്തിലേക്ക് പോകുന്ന എനർജിയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾ ഫാമിലി സഹിതം കുട്ടികളോടൊപ്പം ചേർന്ന് വളരെയധികം സന്തോഷത്തിലേക്ക് പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷ വാർത്ത ലഭിക്കാം. ഇവിടെ സൂര്യനെ കാണുമ്പോൾ സൂര്യകാന്തി പൂക്കൾ വിടരുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം സഫലമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കുറെയൊക്കെ ദുഃഖത്തിലാണ്ടിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾ ഒരു സന്തോഷത്തിലേക്ക് വരുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. ചിലപ്പോൾ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാം. അതുമല്ല എങ്കിൽ നിങ്ങൾ പുതിയ വീടിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വാഹനമാകാം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ തുടക്കത്തിൽ സന്തോഷിക്കാനുള്ള അവസരം, പുതിയ തുടക്കം ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. ആർക്കൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയാണ്. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്കത് സാധ്യമാകും. അപ്പോൾ ചിലപ്പോൾ ചെറിയ ചില ജോലികളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത. പേജ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പുതിയ ജോലി ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് പോകാനും സന്തോഷത്തിലേക്ക് പോകാനും സാമ്പത്തികപരമായ വരുമാനം വർദ്ധിച്ചു കിട്ടുവാനും ഇവിടെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്.
ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഫോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ദുഃഖത്തിനുള്ള കാര്യങ്ങളല്ല ഇവിടെ ഉള്ളത്, ദുഃഖിക്കാനുള്ള കാര്യങ്ങളല്ല, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെയുള്ളത് നിങ്ങൾക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എത്തിച്ചേരണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലതുപോലെ സന്തോഷം അനുഭവിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ആഗ്രഹിച്ചത് ലഭിക്കുന്നില്ല എന്നുള്ള നിരാശയിലിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല എങ്കിൽ പോലും ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടോ അവിചാരിതമായിട്ടോ എന്തെങ്കിലും സന്തോഷ വാർത്ത കേൾക്കാനോ അല്ല എങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടാനോ ഒക്കെയുള്ള സാധ്യത ഇന്ന് നിങ്ങൾക്ക് കാണുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് മുന്നോട്ട് പോകണം എന്ന്. ഇതുവരെ നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ചായിരിക്കണം ചിലപ്പോൾ ജീവിച്ചിരുന്നത്, അല്ലെ? മറ്റുള്ളവരെ ആശ്രയിച്ച് ചിലപ്പോൾ സാമ്പത്തികത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. ചുറ്റിനും ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത് ഒന്ന് സ്വാതന്ത്ര്യത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള വഴി ഉണ്ടാവണം. ജീവിതത്തിൽ അതാണ് ഏറ്റവും അത്യാവശ്യം. എന്തൊക്കെയുണ്ടെങ്കിലും സ്വാതന്ത്ര്യമില്ല എങ്കിൽ വളരെയധികം വിഷമം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാവും. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ. ഇനിയും നിങ്ങൾക്ക് കിരീടം വെച്ച ഒരു റാണിയായിട്ട് വാഴാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്കൊരു വരുമാന മാർഗം ഉണ്ടാകുന്നു. ഇവിടെ നിങ്ങൾ കണ്ടില്ല, ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി, ഇവിടെ ഒരു വരുമാന മാർഗം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സൺ കാർഡ് വന്നിരിക്കുന്നത് പുതിയൊരു ലൈഫാണ്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇവിടെയും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ചില വരുമാന മാർഗങ്ങളിലേക്ക് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കാൻ, അല്ലെങ്കിൽ കൂടുതലായിട്ട് മണി ഏൺ ചെയ്ത് കൊണ്ട് തന്നെ വേണം സ്വാതന്ത്ര്യം അനുഭവിക്കും. സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ പരിശ്രമിക്കുന്നവരാണ്. ചുറ്റിനും പ്രശ്നങ്ങളുണ്ട്, എന്നാൽ കൂടി നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇവിടെ നല്ലൊരു വഴിയിലേക്ക് വരാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ മുൻപിൽ അങ്ങനെ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി ദൈവം തുറന്നു തരും നിങ്ങൾക്ക്. മനസ്സിൽ നിങ്ങൾ കാണാത്ത വഴിയായിരിക്കും അത്. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വഴി നിങ്ങൾക്ക് ദൈവം തുറന്നു തരുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? അതുപോലെ നിത്യവും പരിശ്രമിച്ച് നിത്യ അഭ്യാസി ആനയെ എടുക്കുമെന്നല്ലേ കേൾക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറയുന്നത് പോലെ ഇവിടെ നിരന്തരം പരിശ്രമിച്ചാണ് ഈ ഒരു സ്ഥാനം നേടാൻ ഇവിടെ കഴിഞ്ഞത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളിൽ പലരും നീങ്ങുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തോടുകൂടി തുമ്മൽ വന്നു, സോറി. സ്വാതന്ത്ര്യത്തോടുകൂടി അതുപോലെ പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതിവിടെ സാധിച്ചു കിട്ടുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ സാമ്പത്തികം ലഭിക്കാനും അതുവഴി ഫ്രീഡം ലഭിക്കാനും മറ്റു പല കെട്ടുപാടുകളിൽ നിന്നും അല്ലെങ്കിൽ പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും ഒന്ന് മുക്തരാവാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്, കണ്ടില്ലേ? ഈ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യമാണ്. ജോലി ചെയ്ത് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യുന്ന ഒരുപാട് നമുക്ക് പെന്റക്കിളിന്റെ എനർജി വന്നിട്ടുണ്ട്. കാരണം ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസ് അതുപോലെ തന്നെ സൺ കാർഡിന്റെ എനർജി വന്നിരിക്കുന്നത് അത് സാമ്പത്തികത്തെ കുറിക്കുന്നതാണ്. ഇതും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം നേടി നമുക്ക് സാമ്പത്തികം നേടാനുള്ള എനർജിയാണ്. ഇവിടെയും അതുപോലെ ദൂരദേശത്ത് നിന്ന് ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങളിൽ ഒരു മുടക്കം വന്നിട്ടുണ്ടാവാം. ഇതുവരെ വന്നിരുന്നത് പോലെ ഒന്ന് സാമ്പത്തികം ഇപ്പോൾ ലഭിക്കുന്നില്ല, സ്റ്റക്കായിട്ടുണ്ടാവാം. പക്ഷെ ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ മുന്നോട്ട് നിങ്ങൾക്ക് മുടങ്ങിക്കിടന്നിരുന്ന സാമ്പത്തികം പഴയതുപോലെ തന്നെ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം. വിദേശത്തേക്ക് അല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് നിങ്ങൾ ജോലി തേടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നതായിട്ട് കാണുന്നുണ്ട്.
ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെയും കണ്ടില്ലേ, ചുറ്റിനും ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ കൂടി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ സാധിക്കണം, എനിക്കത് സാധിച്ചെടുക്കണം എന്നുള്ള നിർബന്ധത്തോടുകൂടി ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഹൈ എനർജിയിലുള്ള ഒരു വ്യക്തിയാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങളിൽ പലരും അതുപോലെ തന്നെയാണ്. ചുറ്റിനും എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും ഞാൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കണം, അതിനായിട്ട് വളരെയധികം ഇമോഷൻസിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ എനർജി വളരെയധികം വാല്യുബിൾ ആണ് അല്ലേ. ഇവിടെ ചുറ്റിനും പല കാര്യങ്ങളുണ്ട്. ഇതിന് നടുക്കൂടെയാണ് ഇവിടെ സ്വന്തം കാര്യം സാധ്യമാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ എനർജി വളരെയധികം വാല്യുബിൾ ആണെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഗുണങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ മറ്റാരോടും പറഞ്ഞു കേൾപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ അല്ല നിങ്ങൾ. മറ്റുള്ളവർക്ക് ഇല്ലാത്ത പല കഴിവുകളും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് പല കഴിവുകളും നേടിയെടുക്കും. പല കാര്യങ്ങളും നേടിയെടുക്കാൻ തക്ക കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഒരു നല്ല ഹൈ എനർജിയിലേക്ക് വരുന്ന ആൾക്കാരാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതാണ് എനർജി വളരെയധികം വാല്യുബിൾ ആണ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞത്. അതുപോലെ നിങ്ങളുടെ ഗുണങ്ങളെ ആരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട, അവർ സ്വയം മനസ്സിലാക്കിക്കൊള്ളും. നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. എനിക്ക് അങ്ങനെയുള്ള കഴിവുണ്ടായി, ഞാൻ ഇത് ചെയ്യും, ഞാൻ അത് ചെയ്യും, ഒന്നും പറയണ്ട. മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കിക്കൊള്ളും. നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ മനസ്സിലാക്കിക്കൊള്ളും. നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോവുകയേ വേണ്ട. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കാര്യം നേടിയെടുക്കാൻ സമർത്ഥരായ ചില വ്യക്തികളാണ് നിങ്ങളെന്ന് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കഴിവിലൂടെ മുന്നോട്ട് വരിക എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നിത്യമായിട്ട് അഭ്യസിക്കുക. നിത്യ അഭ്യാസി ആനയെടുക്കുമെന്നല്ലേ. നിത്യമായിട്ട് നിങ്ങൾ അഭ്യസിക്കുക, നിത്യവും നിങ്ങൾ പരിശ്രമിക്കുക. എന്തെങ്കിലും ഒരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടോ, അതിനെ നിത്യവും നിരന്തരം പറഞ്ഞ് നിങ്ങൾ അതിന് നിരന്തരം എനർജി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതാണ് പറഞ്ഞത്, എനർജി വളരെയധികം വാല്യുബിൾ ആണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ എനർജി നിങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് പല കാര്യങ്ങളും നമ്മളുടെ ഉള്ളിലാണ് വർക്ക് നടക്കുന്നത്, അല്ലാതെ പുറത്തല്ല. പുറത്തെ ലോകത്തിലല്ല നമ്മളുടെ കാര്യം സാധിച്ചു കിട്ടുന്നത്. നമ്മളുടെ ഉള്ളിലാണ് നമ്മളുടെ എനർജി ഇവിടെ വികസിച്ച് കിട്ടുന്ന. എനർജിയുടെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമ്മളുടെ ഉള്ളിലാണ്. നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്നുമാണ്, നിരന്തരമുള്ള ചിന്തകളിലൂടെയാണ്. മനസ്സിലായത്? അപ്പോൾ അതാണ് പറയുന്നത്, നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകളെ നമ്മൾ എപ്പോഴും ഇങ്ങനെ നിരന്തരം പറയുക, അല്ലെങ്കിൽ നിരന്തരം അതിനെ പറ്റി ചിന്തിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ എനർജിയാണ് യൂണിവേഴ്സിലേക്ക് അലൈനാവുന്നത്. അപ്പോഴാണ് യൂണിവേഴ്സ് നമ്മളോട് സമ്മതിക്കും. യൂണിവേഴ്സ് നമ്മളുമായിട്ട് എനർജിയിൽ ആവും. അപ്പോഴാണ് നമ്മുടെ കാര്യം സാധ്യമായി കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 8 ഓഫ് പെന്റക്കിൾസ് ആണ്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് 8 ആണ് നമ്പർ വന്നിരിക്കുന്നത്? രാപകൽ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വിജയം നേടുന്നത്. മനസ്സിലായി? നമുക്ക് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കണമെങ്കിൽ അത് നല്ലതുപോലെ നിരന്തരമായിട്ട് പരിശ്രമിക്കണം എന്ന് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ അതുപോലെ തന്നെ ഉത്സാഹത്തോടുകൂടി പരിശ്രമിക്കുകയാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇവിടെ ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ആഗ്രഹിക്കുന്ന വിജയം നേടിയെടുക്കാൻ വേണ്ടി അല്ലെ. കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാൻ വേണ്ടി ഇവിടെ പരിശ്രമിക്കുകയാണ്. അതിലേക്ക് മാത്രമാണ് ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചിന്തയുണ്ടോ അതിലേക്ക് മാത്രം ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യുക, ശ്രദ്ധിക്കുക. അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ നിരന്തരം പരിശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് നേടിയെടുക്കാൻ സാധിക്കൂ. ചുറ്റിന് സാമ്പത്തികം നിങ്ങൾക്ക് ഒരുപാട് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ നിരന്തരം ഇതുപോലെ തന്നെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ നന്നായിട്ട് പരിശ്രമിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ആരോടും ഇവിടെ ഓവറായിട്ട് അറ്റാച്ച്മെന്റ് ഇല്ല. ആരെക്കുറിച്ചും ഇവിടെ ചിന്തിക്കുന്നില്ല. ഓവറായിട്ട് ആരോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെയാണ് കഴിയുന്നത്. അങ്ങനെ ഓവറായിട്ട് അറ്റാച്ച്മെന്റ് ഒരുപാട് നിങ്ങളെ സങ്കടത്തിലാക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ സിൻസിയർ ആവണം, സത്യസന്ധത അവിടെ പുലർത്തണം. അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് വരേണ്ടത്. അങ്ങനെയാണ് ഇവിടെ വിജയം നേടാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 3 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ ഇവിടെ എന്തൊക്കെയോ പരിശ്രമങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു, എന്നിട്ട് മറ്റൊന്നിനു വേണ്ടി ഇവിടെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്
കാണുന്നത്. വൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നു ചേരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഇവിടെ തൊട്ടു താഴെ വന്നിരിക്കുന്ന 7 ഓഫ് പെന്റക്കിൾസ് ആണ്. വളരെയധികം ക്ഷമയോടുകൂടിയാണ് നിങ്ങൾ ഇവിടെ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നത്. ക്ഷമ അത്യാവശ്യമാണ്. ധൃതി പിടിച്ച് ഒന്നിനും പോകാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ ധൃതി പിടിക്കുന്നിടത്ത് എന്താണ്? ദൈവികമായ അനുഗ്രഹം കിട്ടില്ല. ക്ഷമയോടുകൂടി ഇരിക്കുന്നിടത്ത് മാത്രമേ ദൈവികമായ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അതിന് ഒരു കാലയളവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാലയളവ് വരെയും ക്ഷമയോടുകൂടി ഇരിക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ. അങ്ങനെ ഇരുന്നുവെങ്കിൽ മാത്രമേ ഇവിടെയും എന്താണ് ആവേശത്തോടുകൂടി വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.